എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരേ കൂടി ഓൾ പി എസ് എക്സാംസിലേക്ക് സ്വാഗതം ചെയ്യാണ്. LGS ഇതിനു മുമ്പ് പരീക്ഷകളൊക്കെ നടത്തിയപ്പോൾ അവിടെ നമ്മൾ മാത്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ആ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ തന്നെ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാം. കാരണം ഈ അടുത്ത് നടന്ന പരീക്ഷകളൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മാത്സ് എന്ന് പറയുന്ന ഭാഗം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന രീതിയിലുള്ള പാറ്റേണുകൾ തന്നെയാണ് ആവർത്തിച്ചു പോകുന്നത്. അപ്പോൾ LGS പരീക്ഷയിൽ മാത്സിൻ്റെ ചോദ്യങ്ങൾ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് 2 + 2 × 2 + 2 of 2 - 2 + -2. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഫൈനൽ ആൻസർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ബോട്ട്മാസ് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം അപ്ലൈ ചെയ്തിട്ട് വേണം ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട്. ഇവിടെ നോക്കുക, നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ ബ്രാക്കറ്റുള്ളൊരു ഭാഗമുണ്ട്, 2 - 2 ഉണ്ട്, -2 ഉണ്ട്. ഇവിടെ നമ്മൾ 2 - 2 എന്ന് പറയുന്ന ആ ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. 2 - 2 എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ഭാഗം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. 2 - 2 എന്ന് പറയുമ്പോൾ 0 ആയിട്ട് മാറുമല്ലോ ഈ ഒരു ഭാഗം. 2 × 0 എന്ന് പറയുമ്പോൾ എത്ര വരും? 0 ആയിട്ട് മാറുമല്ലോ. അപ്പോൾ ആ മൊത്തത്തിൽ ഇത്രയും ഭാഗം ഇപ്പോൾ എന്തായി മാറി? 0 ആയിട്ട് മാറി. അതേപോലെ തന്നെ ഇനി അടുത്തത് ഈ മൾട്ടിപ്ലിക്കേഷനുള്ള ഭാഗം ചെയ്യുക. 2 × 2 എന്നാണ് കൊടുത്തേക്കണേ. ആ ഒരു ഭാഗം എന്തായി? 4 ആയിട്ട് മാറിയല്ലോ. അതായത് 2 + 4 + 0 + -2 എന്നായിട്ട് മാറി ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇക്വേഷൻ. 2 + 4 എന്ന് പറയുമ്പോൾ 6 ആണ്. 6 + 0 എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. ഇനി 6 + -2 എന്ന് പറയുമ്പോൾ 6 - 2 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് 4 എന്നാണ് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ ബി ആണ്, 4 ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം നോക്കുക. 2, 5, 9 എന്ന ശ്രേണിയിൽ 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നോക്കുക, 2, 5, 9 എന്നതാണ് ശ്രേണി. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ശ്രേണിയിലെ 3 നമ്പറുകൾ. ഈ നമ്പറുകൾ പരിശോധിച്ചിട്ട് വേണം 10ാം പദവും 9ാം പദവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാൻ. ഇവിടെ നോക്കുക, ഇത് 1ാമത്തെ പദമാണ്, ഇത് 2ാമത്തെ പദമാണ്, ഇത് 3ാമത്തെ പദമാണ്. 1ാമത്തെ പദവും 2ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം 3 ആണ് അല്ലേ? 5 - 2 ചെയ്താൽ 3 കിട്ടും. ഇനി 2ാമത്തെ പദവും 3ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 9 - 5 ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെല്ലാം പരിചയപ്പെട്ടു? 1ാമത്തെ പദവും 2ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 2ാമത്തെ പദവും 3ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാലോ, 3ാമത്തെ പദവും 5ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 5 ആയിരിക്കും. 3ാമത്തെ പദവും 4ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 5 ആയിരിക്കും. 3ാമത്തെ പദവും 4ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 4നോട് 1 കൂട്ടിയാൽ കിട്ടുന്ന 5 ആയിരിക്കും. 4ാമത്തെ പദവും 5ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം 5നോട് 1 കൂട്ടിയാൽ കിട്ടുന്ന 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 9ാമത്തെ പദവും 10ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം 10നോട് 1 കൂട്ടിയാൽ കിട്ടുന്ന 11 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളിൽ 3ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏത്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. അതിനേക്കാൾ എളുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ന്റെ ഗുണിതമാണോ എന്ന് എങ്ങനെ അറിയണം? നമ്മൾക്ക് തന്നിരിക്കുന്ന ആ നമ്പറിലെ ഓരോ അക്കങ്ങളും എടുത്തിട്ട് കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന തുക 3ന്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന ആ നമ്പർ എന്തായിരിക്കും? 3ന്റെ ഗുണിതമായിരിക്കും. കിട്ടുന്ന തുക 3ന്റെ ഗുണിതമല്ലെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ എന്തായിരിക്കില്ല? 3ന്റെ ഗുണിതമായിരിക്കില്ല. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് 7ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ 15 കിട്ടുക. 15 നമുക്കറിയാം 5 × 3 15 3ന്റെ ഗുണിതമാണ്. അപ്പോൾ 78 എന്താണ്? 3ന്റെ ഗുണിതമാണ്. ഇവിടെയോ 6ഉം 3ഉം കൂട്ടിയാൽ 9 കിട്ടും. 9 3ന്റെ ഗുണിതമാണെന്ന് നമുക്കറിയാം. 3ഉം 3ഉം കൂട്ടിയാൽ 6 കിട്ടും. അതും 3ന്റെ ഗുണിതമാണെന്ന് നമുക്കറിയാം. 7ഉം 3ഉം കൂട്ടിയാൽ 10 കിട്ടുക. 10 3ന്റെ ഗുണിതമല്ലാന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് 1ാമത്തെ ഓപ്ഷൻ തന്നെ എടുത്ത് 7 + 3 ചെയ്യുക. അപ്പോൾ 10 കിട്ടും. 10 3ന്റെ ഗുണിതമല്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ 73 എന്തല്ല? 3ന്റെ ഗുണിതമല്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. A = x² + 2y B = 2x² + 4y ആയാൽ a + b/3 വില ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a + b/3 വിലയാണ്. ഇതിൽ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? x² +
2y എന്ന് നമുക്ക് കൊടുക്കാം. പ്ലസ് ബീൻ്റെ സ്ഥാനത്ത് 2x² പ്ലസ് 4y എന്ന് നമുക്ക് കൊടുക്കാം. ഓൾ ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഇവിടെ x² ഈ 2x² കൂട്ടിയാൽ നമുക്ക് 3x² എന്ന് കിട്ടും. പ്ലസ് 2yയും 4yയും കൂട്ടിയാൽ 6y എന്ന് കിട്ടും. ഓൾ ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടി. പക്ഷെ ഇങ്ങനെ ഒരു വാല്യൂ നമ്മുടെ ഓർഡറിലില്ല. അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിൽ രണ്ടിടത്തും 3x² അടുത്തും 6yൻ്റെ സ്ഥാനത്തും 3 എന്താണ് കോമൺ ആയിട്ടുണ്ടല്ലോ, ആ 3നെ അങ്ങോട്ട് പുറത്തെടുക്കാം. അപ്പോൾ നമുക്കിതിനെ 3 × x² പ്ലസ് 2y എന്ന് എഴുതാമല്ലോ. ഓൾ ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഈ 3യും വെട്ടി. ഇനി എന്തേ അവശേഷിക്കുന്നത്? x² പ്ലസ് 2y അല്ലേ ഇനി ബാക്കിയുള്ളത്. 3യും വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി ബാക്കിയുള്ളത് x² പ്ലസ് 2y ആണ് ഇനി ബാക്കിയുള്ളത്. ഈ x² പ്ലസ് 2y എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പക്ഷേ x² പ്ലസ് 2y എന്ന് പറഞ്ഞാൽ ഇവിടെ a എന്ന് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു a എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എൻ്റെയും ബിൻ്റെയും വാല്യൂ a പ്ലസ് b/3 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് നമ്മൾ ഫൈനൽ x² പ്ലസ് 2y എത്തുകയും x² പ്ലസ് 2y എന്നാൽ a ആണെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഫൈനൽ ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് മനസ്സിലാക്കുക. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് അതിലേക്ക് ആ വാല്യൂ അങ്ങോട്ട് പുട്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തേണ്ട ഒരു ചോദ്യമാണ്. ഇനി അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക. 10 + 4 40 - 0 14 × 0 40 + 0 എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒറ്റയാൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? 14 × 0 ആയിരിക്കും. അപ്പോൾ 85ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ബാക്കിയെല്ലാം 14 ആണ് ഉത്തരം വരിക. 14 × 0 ഏതാ? 0 ആണ്. 0, 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര 4 അക്ക ഇരട്ട സംഖ്യകൾ ഉണ്ടാക്കാമെന്നാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. 86ാമത്തെ ചോദ്യമാണ്. ഇത് ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. 86ാമത്തെ ചോദ്യം. റെക്റ്റാങ്കിൾ എന്നെഴുതിയത് ഒരു കോഡ് ഭാഷയിൽ SBDQBKHIF എന്നാണ്. അങ്ങനെയെങ്കിൽ പെൻറ്റഗൺ എന്നത് ഈ കോഡ് ഭാഷയിൽ എഴുതുമ്പോൾ എന്ത് ലഭിക്കുമെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ റെക്റ്റാങ്കിൾ എന്നതിനെ SBDQBKHIF എന്ന് എഴുതിയെന്ന് മനസ്സിലാക്കണം. അത് ഉപയോഗിച്ചുകൊണ്ട് പെൻറ്റഗണിനെ നമുക്ക് എന്ത് ചെയ്യണം? കോഡ് ചെയ്യണം. നമുക്കിവിടെ റെക്റ്റാങ്കിൾ എന്നത് എങ്ങനെയാണ് SBDQBKHIF എന്ന് എഴുതിയെന്ന് നോക്കാം. 6 കഴിഞ്ഞാൽ വരുന്ന തൊട്ടടുത്തുള്ള ലെറ്ററാണ് എസ് എന്ന് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ബി ആണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈനോട് 3 പിറകിൽ BCDE എന്നാ വരിക. അതായത് ഈനോട് 3 പിറകുന്ന ലെറ്ററാണ് ബി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സി കഴിഞ്ഞാൽ വരുന്ന ലെറ്ററാണ് ഡി. ഇനി ടീനോട് 3 പിറകിൽ വരുന്ന ലെറ്ററാണ് അത് ക്യൂ എന്ന് പറയുന്ന ലെറ്റർ. പിന്നെ എ കഴിഞ്ഞാൽ ബി വരും. പിന്നെ എന്നിനോട് 3 പിറകിൽ വരുന്ന ലെറ്ററാണ് ഏത് എന്ന് പറയുന്നത്? കെ എന്ന് പറയുന്നത്. പിന്നെ ജി കഴിഞ്ഞാൽ എച്ച് വരും. എല്ലിനോട് 3 പിറകിലുള്ളത് അതാണ് ഐ എന്ന് പറയുന്നത്. പിന്നെ ഇ കഴിഞ്ഞാൽ എഫ് വരും. അപ്പോൾ ഈ ഒരു ലോജിക്കിലാണ് നമ്മുടെ കോഡ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പി കഴിഞ്ഞാൽ വരുന്നത് ക്യൂ ആണ്. ഇവിടെ എല്ലാ ഓപ്ഷനും ക്യൂ വെച്ചാണ് തുടങ്ങുന്നത്. പിന്നെ ഇ വന്നിരിക്കുന്നു. ഇനോട് 3 പിറകിലായിട്ട് വരുന്ന ബി ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ QB എന്ന കോഡിൽ ആരംഭിക്കുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ആ 2 കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ചെയ്തു പോകേണ്ട ആവശ്യമില്ല. ഉത്തരം നമുക്ക് കിട്ടി. അപ്പോൾ ഓരോ കോഡ് നമ്മൾ ചെയ്യുമ്പോഴും നേരെ ഓപ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്യുക നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയോ എന്ന്. ഇവിടെ നോക്കുക, ഈ QB എന്നത് മാത്രം ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം. ഡിയുടെ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ വർഗമാണ്. അപ്പോൾ ഡിയുടെ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ വർഗമാണ്.
6 വർഷം കഴിയുമ്പോൾ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ 5 മടങ്ങായിരിക്കും എങ്കിൽ ഡിയുടെ പ്രായം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ മുത്തച്ഛൻ്റെ പ്രായം, ഇപ്പോൾ ഡിയുടെ പ്രായം ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുത്തശ്ശൻ്റെ പ്രായം എന്തായിരിക്കും? മുത്തശ്ശൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിൻ്റെ വർഗ്ഗമാണെന്നാണ്. അപ്പോൾ d² ആയിരിക്കും. ഇനി 6 വർഷം കഴിയുമ്പോൾ മുത്തച്ഛൻ്റെ പ്രായം ഡിയുടെ പ്രായത്തിന് 5 മടങ്ങായിരിക്കും. അപ്പോൾ ഡിയുടെ പ്രായം എന്ന് പറയുന്നത് 6 വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും? d+6 ആണ് അല്ലേ? 6 വർഷം കഴിയുമ്പോൾ d+6 ആണ്. അപ്പോൾ മുത്തശ്ശൻ്റെ പ്രായം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 × d+6 ആയിരിക്കും. 5 × d+6 ആയിരിക്കും. എങ്കിൽ ഡിയുടെ പ്രായം എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഇത് ഓപ്ഷനിലൂടെ കടന്നു പോകാം. കുറച്ചും കൂടെ നല്ലത് ഇത് ഓപ്ഷനിലൂടെ കടന്നു പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 6 എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. അപ്പം മുത്തശ്ശൻ്റെ പ്രായം നമുക്ക് എന്ത് കിട്ടും? 6 എടുക്കുകയാണെങ്കിൽ മുത്തശ്ശൻ്റെ പ്രായം 36 എന്ന് കിട്ടി. 6 വർഷങ്ങൾക്ക് ശേഷം എന്നാണ് പറയുന്നത്. 6 വർഷം കഴിയുക എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ്റെ പ്രായം എത്രയായി? 42 ആയി അല്ലേ? അതേ സമയത്ത് ഡീൻ്റെ പ്രായം എന്ന് പറയുന്നത് നിലവിൽ 6 ആണ്. അതിനോട് 6 കൂട്ടിയാൽ 12. പക്ഷെ 12ൻ്റെ 5 മടങ്ങാണോ 42? അല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് പറ്റത്തില്ല, ഡിലീറ്റ് ആക്കി. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോവുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 8 ആണ്. 8 എടുക്കുകയാണെങ്കിൽ മുത്തശ്ശൻ്റെ പ്രായം 64 ആണ്. 6 വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശൻ്റെ പ്രായം 70 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിയുടെ പ്രായം 8 ആണ്. 8നോട് 6 കൂട്ടിയാൽ കിട്ടുന്ന 14 ആണ് 6 വർഷങ്ങൾക്ക് ശേഷം ഡിയുടെ പ്രായം. ഈ 14ൻ്റെ 5 മടങ്ങായിരിക്കണം ഈ 70 എന്ന് പറയുന്നത്. 6 വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശൻ്റെ പ്രായം ഡിയുടെ 5 മടങ്ങാണ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 14 × 5 70 ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യം ഓപ്ഷനിലൂടെ പോയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ള മെത്തേഡ് അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓപ്ഷനിലൂടെ പോയിട്ടാണ് ചെയ്തത്. ഇനി അടുത്തത്, ഒരു സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 3 മടങ്ങും 10ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 2 മടങ്ങുമാണ്. ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഇരട്ട അവിഭാജ്യ സംഖ്യയാണെങ്കിൽ സംഖ്യ ഏതാണ് എന്നതാണ് 89ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാരഗ്രാഫിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചു. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഉത്തരത്തിൽ എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നേരാവണ്ണം വായിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ അവൻ ഈ ചോദ്യം സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവൻ കുറേ നേരം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഓപ്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. നോക്കുക, ഒരു സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്തെ അക്കം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് 100ൻ്റെ സ്ഥാനം എന്നൊക്കെ ഓർക്കണം. ഇപ്പോൾ നമ്മളൊരു സംഖ്യ, ഇപ്പോൾ നമ്മൾ 623 എന്ന് പറയുന്നൊരു സംഖ്യ ഞാൻ എടുത്തു. നമുക്കിത് എന്ന് പറയുന്നത് ഒറ്റാമത്തെ പൊസിഷൻ എന്നാണ് നമ്മൾ പറയുക. 10⁻⁴ പൊസിഷൻ. 10⁻�0 എന്ന് പറയുമ്പോൾ 1 ഒറ്റാമത്തെ പൊസിഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ 10ാമത്തെ പൊസിഷൻ എന്നാണ് പറയുക. 10⁻1 ആണ്. അപ്പോൾ 10 10ാമത്തെ പൊസിഷൻ. നിങ്ങൾ അതൊന്നും നോക്കണ്ട, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇത് ഒറ്റാമത്തെ പൊസിഷൻ, ഇത് എന്താണ് 10ാമത്തെ പൊസിഷൻ, ഇതെന്താണ് 100ാമത്തെ പൊസിഷൻ. ഇതാണെങ്കിലോ അതിനോട് 10 ഗുണിച്ചാൽ കിട്ടുന്ന 1000ാമത്തെ പൊസിഷൻ. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയുടെ 100ൻ്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 3 മടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നോക്കുക, 100ൻ്റെ സ്ഥാനത്തെ അക്കം നോക്കുക, ഒറ്റയുടെ സ്ഥാനത്തിൻ്റെ അക്കത്തിൻ്റെ 3 മടങ്ങാണോ എന്ന് മാത്രം നോക്കിയാൽ മതി ഈ ഒരു ചോദ്യത്തിന്. ഇവിടെ നോക്കുക, 8 ആണ് ഒറ്റയുടെ സ്ഥാനത്ത്, 100ൻ്റെ സ്ഥാനത്ത് 2 ആണ്. 8ൻ്റെ 3 മടങ്ങാണോ 2? അല്ലല്ലോ. അപ്പോൾ അതല്ല വരിക. ഇനി നോക്കുക, ഇവിടെ 6 ആണ്, ഇവിടെ 2 ആണ്. 6ൻ്റെ 3 മടങ്ങാണോ 2? അല്ലല്ലോ. ഇനി നോക്കുക, ഇവിടെ 2 ആണ്, ഇവിടെ 6 ആണ്. 2ൻ്റെ 3 മടങ്ങല്ലേ 6? 2 × 3 6. ഇവിടെയോ 2ഉം 8ഉം ആണ്. 2ൻ്റെ 3 മടങ്ങാണോ 8? അല്ല, 2ൻ്റെ 4 മടങ്ങാണ്. അപ്പോൾ നമ്മൾ ഉത്തരം എന്തുവാ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട്
ഓപ്ഷനിലൂടെ പോയിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ചോദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും LGSന് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുമോ? പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ആ ഒരു ഒന്നാമത്തെ ആ ഒരു ചെറിയ ആ ഒരു സെൻറ്റൻസ് വായിച്ചാൽ തന്നെ ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ നാളെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ രീതിയിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ചിലപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യമായിരിക്കും. എന്നിട്ടേ ആ ചോദ്യം ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങൾ ഇപ്പോൾ സീരീസ് പോലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ, നമ്പർ സീരീസ് പോലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ കുറേ സമയം ചിലപ്പോൾ എടുക്കും അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചോദ്യം അവിടെ വെച്ചിട്ട് അത് പിന്നെ വന്ന് ചെയ്യാം. ബാക്കി എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്ത ശേഷം എന്ത് ചെയ്യുക, പിന്നെയും നിങ്ങൾക്ക് സമയം കിട്ടും. 100% ഉറപ്പാണ്. എളുപ്പമുള്ള എല്ലാ ചോദ്യങ്ങളും ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. അപ്പോൾ ആ സമയത്ത് വേണം ഈ പാടുള്ള അല്ലെങ്കിൽ സമയം കൂടുതൽ എടുക്കുന്ന ചോദ്യങ്ങൾ ചെയ്യാനായിട്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. P+Q എന്നാൽ പിയും ക്യൂവും ഭാര്യയും ഭർത്താവുമാണ്. P×Q എന്ന പിയുടെ അച്ഛനാണ് Q. P-Q എന്നത് PQ എന്നിവർ സഹോദരങ്ങളാണ്. ഇയുടെ മുത്തച്ഛനാണ് F എന്ന് എങ്ങനെ എഴുതാമെന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. ഇവിടെ നമ്മൾ ഓരോ ഓപ്ഷനിലൂടെയും കടന്നു പോകണം. ഇവിടെ നോക്കുക, E+A എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓപ്ഷൻ എ ആണ് എടുക്കുന്നത്. ഓപ്ഷൻ എയിൽ E+A എന്നാണ് കൊടുത്തിരിക്കുന്നത്. E+A എന്ന് പറയുമ്പോൾ എന്താണ്, P+Q എന്ന് പറഞ്ഞാൽ പിയും ക്യൂവും ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ ഇവിടെ ഇയും എയും എന്താണ്, ഭാര്യയും ഭർത്താവുമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇയും എയും എന്താണ്, ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ അതിൽ ആരാണ് ഭാര്യ ആരാണ് ഭർത്താവ് നമുക്കറിയില്ല. A-B എന്ന് പറഞ്ഞാൽ എന്താണ്, A-B എന്ന് പറഞ്ഞാൽ P-Q എന്ന് പറയുമ്പോൾ പി ക്യൂ എന്നിവർ സഹോദരങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്താണ്, എയും ബിയും എന്താണ്, സഹോദരങ്ങളാണ്. അപ്പോൾ എയും ബിയും എന്താണ്, സഹോദരങ്ങളാണ്. അപ്പോൾ എ ആണ് ഇപ്പോൾ ഇവിടെ ഭർത്താവായിട്ട് വരുന്നത്, ബി ഇവിടെ എന്താണ്, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ഇനി B×F എന്നല്ല ഇവിടുത്തെ, നോക്കുക, P×Q എന്നത് പിയുടെ അച്ഛനാണ് Q എന്നാണ്. അപ്പോൾ ഇവിടെ B×F എന്ന് പറയുമ്പോൾ ബിയുടെ അച്ഛനാണ് F എന്നാണ്. ബിയുടെ അച്ഛനാണ് F എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ആര് വരും, F വരും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇയുടെ മുത്തച്ഛനാണ് F എന്നാ, അല്ലല്ലോ. ഇയുടെ മുത്തച്ഛനാണോ F? ഇയുടെ മുത്തച്ഛനല്ല F വരുന്നത്, ഇയുടെ ഭർത്താവിൻ്റെ അച്ഛനായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതല്ല നമ്മുടെ ഓപ്ഷനായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോവുക. അടുത്ത ഓപ്ഷൻ നോക്ക്, F-A എന്നാണ് കൊടുത്തിരിക്കുന്നത്. F-A എന്ന് പറയുമ്പോൾ എന്താണ്, P-Q എന്ന് പറഞ്ഞാൽ പി ക്യൂ എന്നിവർ സഹോദരങ്ങളാണ്. അപ്പോൾ ഇവിടെ എഫും എയും എന്താണ്, സഹോദരങ്ങളാണ്. എഫും എയും എന്താണ്, സഹോദരങ്ങളാണ്. A×B എന്നാണ് കൊടുത്തത്. P×Q എന്ന് പറഞ്ഞാൽ എന്താ, പിയുടെ അച്ഛനാണ് Q എന്നാണ്. അപ്പോൾ ഇവിടെ എയുടെ അച്ഛനാണ് B എന്നാണ് വരേണ്ടത്. അപ്പോൾ അടുത്തത് B×E ആണ്. B×E എന്ന് പറയുമ്പോൾ എന്താ വരിക, ബിയുടെ അച്ഛനാണ് E എന്നാണ് വരിക. അപ്പോൾ ബിയുടെ അച്ഛനാണ് E എന്നാണോ വേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇയുടെ മുത്തച്ഛനാണ് F എന്നാണ്. അപ്പോൾ ഇവിടെ അത് നേരെ തിരിച്ചു വന്നിരിക്കുക, എഫിൻ്റെ മുത്തച്ഛനാണ് E എന്ന് വന്നിരിക്കുക. അപ്പോൾ അതുമല്ല നമ്മുടെ ഓപ്ഷനായിട്ട് വരേണ്ടത്. ഇനി നമ്മൾ ഓപ്ഷൻ സിയിലേക്ക് വരിക. E×B എടുക്കുക. E×B എന്ന് പറയുമ്പോൾ എന്താണ്, ഇയുടെ അച്ഛനാണ് Q, ഇയുടെ അച്ഛനാണ് B എന്ന് വരും. അച്ഛനാണ് എന്ത്, B എന്ന് പറയുന്നത്. ഇനി B-A എന്ന് വരും. B-A എന്ന് പറയുമ്പോൾ എന്താണ്, ബിയും എയും എന്താണ്, സഹോദരങ്ങളാണ്. ബിയും എയും എന്താണ്, സഹോദരങ്ങളാണ്. A×F എന്ന് പറയുമ്പോൾ എയുടെ അച്ഛനാണ് F എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇയുടെ മുത്തച്ഛനാണ് F, ശരിയല്ലേ. ഇയുടെ മുത്തച്ഛനാണ് F എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ചിത്രം വരയ്ക്കുക, ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഓരോ ഓപ്ഷൻ എടുത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഓരോ ഓപ്ഷനിലൂടെയും പോയിട്ട് നമ്മളോട് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് അത് ഏത് ഓപ്ഷനാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ ഓപ്ഷനായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, -1 + 5 -2 + 4 -3 + 3 -4 + 2 എന്നാണ് തന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഓർഡറിൽ തന്നെ അങ്ങോട്ട് ചെയ്തു പോകാം. -1 + 5 എന്ന് പറഞ്ഞാൽ എത്രയാ, -1 + 5, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, പരസ്പരം കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇടുക. ഇവിടെ -1 + 4 എന്നാ, -1 + 5 എന്നാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ 4 കിട്ടി, പക്ഷേ വലുതിൻ്റെ കൂടെ പോസിറ്റീവ് സൈനാണ്. അപ്പം നമുക്കവിടെ +4 എന്ന് കിട്ടി.
ഇനി 4 - 2 എന്നാണ്. 4 - 2 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 2 എന്ന് കിട്ടി. ഇനിയോ 2 + 4 എന്നാ. 2 + 4 എന്ന് പറയുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി 6 - 3 ആ. 6 - 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി 3 + 3 ആ. 3 + 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഇത് നോക്ക് 6 - 4 ആ. അപ്പോൾ നമുക്കവിടെ 2 കിട്ടി. പിന്നെയോ +2 ആണ്. +2 ആണ്. അപ്പോൾ നമുക്കവിടെ 4 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ പ്ലസും മൈനസും മാത്രമാണെങ്കിൽ നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്തു പോയാലും നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. 4 എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ സ്വയം ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരത്തിലെത്താൻ പറ്റുള്ളൂ. ഇനി മണിക്കൂറിൽ 66 കിലോമീറ്റർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 2 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, മണിക്കൂറിൽ 66 കിലോമീറ്റർ എന്നാണ് പറയണത്. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 2 മണിക്കൂറാണ്, പിന്നെ 10 മിനിറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, 2 മണിക്കൂറിൽ ആ കാർ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 1 മണിക്കൂറിൽ 66 കിലോമീറ്റർ ആണെങ്കിൽ 2 മണിക്കൂറിൽ ആ കാറ് 132 കിലോമീറ്റർ സഞ്ചരിക്കും അല്ലേ? 132 കിലോമീറ്റർ സഞ്ചരിക്കും. ഇനി നോക്കുക, 10 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. അതായത് 60 മിനിറ്റിലാണ് ഈ കാറ് 66 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് അല്ലേ? 60 മിനിറ്റിൽ ഈ കാറ് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 66 കിലോമീറ്റർ സഞ്ചരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? 10 മിനിറ്റിലേക്ക് മാറ്റണം. നമുക്കിനി 10 മിനിറ്റിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബൈ 60 ചെയ്താൽ എന്ത് കിട്ടും? 1 മിനിറ്റിൻ്റേത് കിട്ടും. 1 മിനിറ്റിന് ഈ കാർ എത്ര സഞ്ചരിക്കുമെന്ന് കിട്ടും. ഇൻറ്റു ഒരു 10 കൂടെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 മിനിറ്റിന് എത്ര എന്നും കിട്ടും. ഇത് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ഇത് ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 11 എന്നും കിട്ടും. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കിയത്? 10 മിനിറ്റിൽ 11 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുക. അപ്പോൾ 2 മണിക്കൂറിൽ 132, പിന്നെ ഒരു 10 മിനിറ്റും കൂടെ ബാക്കി. ഈ 11 ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 143 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി അടുത്തത്, ഒരു സംഖ്യയുടെ വർഗ്ഗമൂല്യത്തെ 2 കൊണ്ട് ഗുണിച്ച് വർഗം കണ്ടപ്പോൾ 100 കിട്ടി. സംഖ്യ എത്രയാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് കിട്ടുക? ഒരു സംഖ്യ ഉണ്ട്, ആ സംഖ്യ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. അതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ √x എന്ന് വരും. അതിനെ 2 കൊണ്ട് ഗുണിച്ചു എന്ന് പറയുമ്പോൾ 2 × √x. എന്നിട്ട് എന്താണ്? വർഗം എടുത്തു എന്ന് പറഞ്ഞാൽ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് 100 കിട്ടി. ഇതെന്ത് ചെയ്യും? ഇപ്പോൾ നമുക്ക് a√x ആണെങ്കിൽ ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? a² × √x² എന്ന് എഴുതാലോ. അപ്പോൾ ഇവിടെ 2√x എന്നാണ്. 2√x എന്ന് പറയുമ്പോൾ 2² × √x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറും? x ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് വരും. ഈ 2² എന്ന് പറയുമ്പോൾ എത്രയാ? 4 അല്ലേ? 2² എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്കിവിടെ 4x ഈസ് ഈക്വൽ ടു 100 എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ വരിക. എത്രയായിട്ട് മാറും? 4x ഈസ് ഈക്വൽ ടു 100. അപ്പോൾ x എത്രയാ? 100 ഡിവൈഡഡ് ബൈ 4 വരും. അതായത് 25. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത്, പെട്രോളിൻ്റെ വില ലിറ്ററിന് 75 രൂപയിൽ നിന്നും 100 രൂപ ആയപ്പോൾ ഒരാളുടെ ഒരു മാസത്തെ ഇന്ധന ചെലവ് കൂടാതിരിക്കാൻ 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തി പെട്രോളിൻ്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണം എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ പെട്രോളിൻ്റെ വില ലിറ്ററിന് 75 രൂപയിൽ നിന്നും എത്രയായിട്ട് മാറി? 100 രൂപ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തി പെട്രോളിൻ്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണം എന്നാണ് നമ്മൾ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ
ഇവിടെ നമ്മൾ ആദ്യം ഈ 3000 രൂപയാണ് ടോട്ടൽ അദ്ദേഹം അടിക്കുന്ന പെട്രോളിൻ്റെ തുക എന്ന് പറയുന്നത്. അപ്പോൾ 75 രൂപയാവുന്ന സമയത്ത് 3000/75 ചെയ്താൽ നമുക്കവിടെ കിട്ടുക 40 ലിറ്റർ എന്നാണ്. അപ്പോൾ 75 രൂപയ്ക്ക് ഉള്ള സമയത്ത് 40 ലിറ്റർ പെട്രോൾ അടിക്കും. പക്ഷെ ഇപ്പോൾ 100 രൂപയാണ്. പക്ഷെ അയാളുടെ ആ ഒരു തുക എന്ന് പറയുന്നത് 3000 തന്നെയാണ്. അപ്പോൾ അവിടെ എത്രയാണ്? 30 ലിറ്ററാണ് പെട്രോൾ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. 40 ലിറ്ററും 30 തമ്മിലുള്ള വ്യത്യാസം 10 ലിറ്റർ. അപ്പോൾ 10 ലിറ്റർ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യം 40 ആയിരുന്നു, ഇപ്പോൾ അത് എത്രയായി? 30 ലിറ്റർ ആക്കി. ഇനി അടുത്ത് 1/8 + 1/60 + 1/32 ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് നമ്മൾ അടുത്ത ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ നമുക്ക് 32 ആക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 8നെ 32 ആക്കി മാറ്റാൻ, അതായത് ഇവിടെ ഇപ്പോൾ 1/8 + 1/16 + 1/32 ആണല്ലോ. ഈ 8നെ 32 ആക്കി മാറ്റാൻ ഇൻറ്റു 4 ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മുകളിലും 4 ചെയ്യണം. 16നെ 32 ആക്കാൻ ഇൻറ്റു 2 ചെയ്യുന്നു. അപ്പോൾ മുകളിലും 2 ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 4 + 2 + 1/32 എന്ന് വരും. 3 7 7/32 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിച്ചത്. ഇനി അടുത്ത് 6/8 × 4/5 + 4/10 ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്കിവിടെ 6/8 × 4/5 + 4/10. ഒരിക്കൽ കൂടി ചെയ്യാം. 6/8 × 4/5 + 4/10 എന്നാണ്. ഇത് ഇങ്ങോട്ട് വെട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ 6/10 എന്ന് വരും, പ്ലസ് 4/10 ആണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും കോമൺ ആണ്. അപ്പോൾ നമുക്ക് 6 + 4 10 കിട്ടി, /10, അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം 0.01, 0.010, 0.0101, 1/100 എന്നിവയിൽ വ്യത്യസ്തമായ സംഖ്യ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 0.0101 എന്നാണ് ഉത്തരമായിട്ട് വരിക. ബാക്കിയെല്ലാം സെയിം ആണ്, 0.01 ആണ്. പിന്നെ 0.010 എന്ന് പറഞ്ഞാലും 0.01 തന്നെയാണ്. ആ 1 കഴിഞ്ഞാൽ വരുന്ന ഈ ഒരു 0യ്ക്ക് എന്തില്ല, വാല്യൂ ഒന്നുമില്ല. പക്ഷേ 0.0101 എന്ന് പറയുമ്പോൾ വ്യത്യാസം വന്നു. ഇനി 1/100 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 0.01 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഒരാൾ 32 മീറ്ററും 26 മീറ്ററും നീളമുള്ള 2 ഇരുമ്പ് കമ്പികൾ എടുത്തു. അയാൾ ഈ 2 കമ്പികളും തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്രയാണെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും HCF കാണുകയാണ് ചെയ്യേണ്ടത്. അതായത് ഈ 32നെയും 26നെയും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 2 വെച്ച് ഇത് ചെയ്താൽ നമുക്കിവിടെ 16 കിട്ടും, ഇവിടെ നമുക്ക് 13 എന്നും കിട്ടും. ഇത് നമുക്കിതിനെ കോമൺ ആയിട്ട് ചുരുക്കാൻ പറ്റത്തില്ല, അതല്ലെങ്കിൽ പോകുന്ന നമ്പർ ഇല്ല. അതുകൊണ്ട് നമ്മുടെ HCF എന്ന് പറയുന്നത് ഈ 2 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇവിടെ എന്താണ്? ഇങ്ങനെ കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എന്ന് പറയുന്നത് 2 മീറ്റർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് 98ാം ചോദ്യം ഓപ്ഷൻ ബി ആണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് HCF ആണെന്നാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഈ ഒരു ചോദ്യത്തിൽ. ഇനി അടുത്ത ചോദ്യം 7.2 - 3.03 - 2.002 ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ്. ചെയ്ത് നോക്കുക. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 2.168 എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത്, ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ ശരാശരി പ്രായം 24 വയസ്സാണ്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പ്രായം 11 വയസ്സാണ്. ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിൻ്റെ ശരാശരി എത്രയാണെന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബമുണ്ട്. നമുക്ക് ശരാശരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തുക / എണ്ണമാണെന്ന് നമുക്കറിയാം.
ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ ശരാശരി എന്ന് പറയുമ്പോൾ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. അവിടെ ശരാശരി തന്നിട്ടുണ്ട് 23 അപ്പോൾ ഇവിടെ 23 തുക ഡിവൈഡ് ബൈ എണ്ണമാണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും വയസ്സ് കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നമുക്കിപ്പോൾ കിട്ടാം. 5 × 23 ചെയ്താൽ മതി. 13, 15, 115 ഇവരുടെ വയസ്സുകളെല്ലാം കൂട്ടിയാൽ കിട്ടുന്നത്. ഇവിടെ പ്രായം കുറഞ്ഞ ആളുടെ പ്രായം തന്നിട്ടുണ്ട് 11 ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിൻ്റെ ശരാശരി കണ്ടുപിടിക്കാം. അപ്പോൾ ബാക്കിയുള്ളവരുടെ വയസ്സ് കണ്ടുപിടിക്കാൻ ഈ 11 ഈ 115 കുറയ്ക്കുക. അപ്പോൾ നമുക്കവിടെ 104 കിട്ടും. ഇനി ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ വയസ്സുകളുടെ തുക 104 അപ്പോൾ 104 ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ 2 വട്ടം 6, 26 ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പറിൽ കഴിഞ്ഞ തവണയൊക്കെ നടന്ന LGS മെയിൻ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അവിടെ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മാത്സുമായി ബന്ധപ്പെട്ട് LGS പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിന് ശേഷവും ഇനി LGS പരീക്ഷയിലൊക്കെ മാത്സുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ ഈ 20 ചോദ്യങ്ങൾ അതിൽ ഒരു ചോദ്യം ഡിലീറ്റ് ആക്കി. അപ്പോൾ 19 ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഒപ്പം അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.